ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഉത്സവമാണ്. ഉത്സവത്തിനാണല്ലോ ഇവർ വന്നത്. എപ്പോഴുള്ള പോലെ നേരത്തെ ചെല്ലണം വിചാരിച്ച് ലേറ്റ് ആയിട്ടാണ് ചെന്നത്. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ വായി നോക്കി നിന്ന് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് അടിക്കാന്ന് വിചാരിച്ചപ്പോഴേക്ക് മാനത്ത് കണ്ടിട്ട് അക്കു ചേച്ചി അപ്പോഴെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ. അങ്ങനെ ഫുഡ് അടിച്ച് ഞാൻ നേരെ ചേച്ചിന്റെ വീട്ടിലോട്ട് പോയായിരുന്നു. ചേച്ചിനെ ഞാൻ 1 മണിക്കൂർ അവിടെ പോസ്റ്റ് ആക്കിയിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവൾ വളയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തന്നു. സ്നേഹസമ്പന്നയായ ചേച്ചി. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇനി എന്തോരം ലോഡ് സാധനമാണോ അങ്ങോട്ട് കയറ്റി അയക്കാൻ പോകണം. അങ്ങനെ ഞാൻ അവളെയും കൂട്ടിയിട്ട് നേരെ അമ്പലത്തിലേ പോരാൻ ചെയ്തു. വരുന്ന വഴിക്ക് ഒടുക്കത്തെ വെയിലായത് കൊണ്ട് പാറുവിനൊരു തൊപ്പിയൊക്കെ മേടിച്ചിട്ടോ. ദേ അതാണ് ഈ പുതിയ തൊപ്പി. അപ്പോഴേക്ക് അവള് കിടന്നുറങ്ങി, ബോധം പോയി. പിന്നെ ഇത്രയും വെയിൽ കൊണ്ട് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നതുകൊണ്ട് അവളുടെ പൈസക്ക് തന്നെ ഞാനൊരു നാരങ്ങാ സോഡയും കൂടെ കുടിച്ചു. അവക്കും കൊടുത്തു. പിന്നെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ എല്ലാവരെയും പാറുവിനെയും കാണിച്ച് എല്ലാവരുടെയും വിശേഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാനും മൂക്കാനും ബൂസ്റ്റ് ചെയ്യാനും തുടങ്ങി. അപ്പൊ അമ്മച്ചനും മോളും കൂടെ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അവിടുന്ന് തിറക്കാരൊരു കിളീനെയൊക്കെ പാറുവിന് ഉണ്ടായി കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അന്നദാനം. അന്നദാനം എവിടെയുണ്ടോ അവിടെയാണല്ലോ ഞങ്ങൾ. അന്നദാനം മഹാദാനം എന്നാണല്ലോ. ആ മഹാദാനം നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെ ഈ കൊച്ചു കൊച്ചു എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. ഇനി വൈകുന്നേരം പോണം കേട്ടോ. അതിനിടയ്ക്ക് ഒരു റീലൊക്കെ എടുത്തു. അത്രേ ഉള്ളൂ. ടാറ്റാ.